ഹലോ, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്നുണ്ടല്ലോ, ഇന്ന് ഉമ്മച്ചി തിരിച്ചു പോവാണ്. വന്നതും പോയതൊക്കെ വളരെ പെട്ടെന്നായിരുന്നു. 2 മാസം ഉമ്മച്ചി ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് 2 മാസം അങ്ങോട്ട് കഴിഞ്ഞു പോയി. ഉമ്മച്ചി ഇന്നിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് പോകാനുള്ള പരിപാടി ആട്ടാ. ഉമ്മച്ചി പോകാനുള്ള സന്തോഷത്തിലാട്ടാ മുഖത്തൊക്കെ. അയ്യോ, എനിക്കിനി ഇവിടെ പണിയെടുക്കാൻ വയ്യ, ഞാൻ പോട്ടെ. എനിക്ക് വിഷമമുണ്ട്. പിന്നെ നാട്ടിൽ പോകുന്നതിന്റെ ഇഷ്ടം അതൊന്നും വേറെ. ഉമ്മച്ചിയുടെ മോളെ കാണണം. പിന്നാലെ മോളവിടെ ഉണ്ട്, പപ്പ ഉണ്ട്. എനിക്ക് ഭയ ഇട്ടിട്ട് പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. സുലു എനിക്കൊരു അതൊരു വിഷമമാണ്. പിന്നെ എന്ത് ചെയ്യാനും എല്ലാം ഉണ്ട്. എനിക്ക് എന്തായാലും സുഖമായിരുന്നു. 2 മാസം ഇവിടെ സുഖവാസമായിരുന്നു കേട്ടാ. എന്തെങ്കിലും അടുത്ത ആളാകട്ടെ, അപ്പൊ ഞാൻ ഓടിയെത്താം. 2 മാസം എനിക്കിവിടെ സുഖവാസമായിരുന്നു കേട്ടാ. എനിക്കിവിടെ ഒന്നും ചെയ്യണ്ട. സത്യം പറഞ്ഞാൽ പണിയെടുക്കാൻ തന്നെ മറന്നുപോയ അവസ്ഥയിലാണുള്ളത്. എനിക്ക് എന്താ പറയാ, ഒന്നും ചെയ്യണ പോലെ ലിറ്ററലി എനിക്കൊന്നും ചെയ്യണ്ട. 2 മാസത്തേക്ക് വന്ന് അങ്ങനെയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ബാക്ക് ടു ഞങ്ങളുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യണം. ഇവ ഇനി ഡേ കെയറിൽ പോയി തുടങ്ങണം. അങ്ങനെ ഇവാക്ക് 2 മാസം ഉമ്മച്ച ഉള്ളതുകൊണ്ട് ഫുൾ ടൈം ഇവിടെ പാർക്ക്, കളി, ബഹളം അങ്ങനെയായിരുന്നു. അങ്ങനെ പോവല്ലേ. ഓക്കെ, ഉമ്മച്ച പോവാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്ത് സെറ്റാക്കി റെഡി ആയിരിക്കാട്ടാ. നോക്കിയ ഉമ്മച്ചി നോക്കി വളർത്തി ഇവിടെ ചെടിയൊക്കെ പൂവൊക്കെ പിടിച്ച് തക്കാളിയൊക്കെ വളർത്തി എല്ലാം റെഡിയാക്കി വെച്ചേക്കാട്ടാ. ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചാൽ ഇതൊക്കെ വളരുള്ളൂ. ഇവിടെ ചീരയൊക്കെ ഉണ്ട് കേട്ടാ. ഞാൻ കൊടുത്തോളാം. എന്തുവാണ് അതിന് വീടിലായിട്ട് വെച്ചിരിക്കുന്നത്? എന്തുവാ എയർപോർട്ടാണത്. ഞങ്ങൾ മെട്രോയിൽ പോവാന്നും പറഞ്ഞ് വന്നു കേട്ടോ. കാരണം എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ പാർക്കിംഗ് ഒക്കെ ഇട്ട് കുറേ നേരമാവും. ഉമ്മച്ചി പോണ വരെ അവിടെ ഇരിക്കാമല്ലോ. അപ്പം ഞങ്ങൾ മെട്രോ കയറിയിട്ട് പോവാം. ഇന്ന് അഫിയുടെ വക വൈസ് ഡിസിഷൻ എടുത്തിട്ടിരിക്കുക കേട്ടോ. അഫി വൈസ് ഡിസിഷൻ ആണോ മണ്ടൻ ഡിസിഷൻ ആണോ എന്നൊക്കെ നമുക്ക് അവിടെ എത്തുമ്പോൾ അറിയാം. എന്താണ് വാ വാ. ഇവാണാ പോകുന്നത്? നടക്ക്. ഇവാണാ പോകുന്നത്? ഇവ പോവാ ഉമ്മച്ചിയുടെ കൂടെ. ഉമ്മച്ചി അങ്ങനെ മെട്രോയിലും കയറാൻ പോവാ. ഇവ കയറിയിട്ടുണ്ട്. ഇവ പണ്ടെങ്ങാണ്ട് കയറിയതല്ലേ, കുഞ്ഞായിരുന്നപ്പോ. ഉമ്മച്ചിക്ക് സീറ്റൊക്കെ കിട്ടിയിട്ടാ. The next station is Airport Terminal 3. അവിടെ എത്തുന്ന നേരം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു ക്ലാസ് കാണിച്ചു തരാവേ. 50 plus 4? 54. ഇവ ഇപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബൻസുവിൻ്റെ ഒരു ഓൺലൈൻ ക്ലാസ് ആണ്. ബൻസുവിനെ പറ്റിയിട്ട് ഞാൻ മുന്നേ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഭയങ്കര സിമ്പിളായിട്ട് കുറേ ട്രിക്സൊക്കെ യൂസ് ചെയ്തിട്ട് മാത്സ് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ആട്ടോ. നമ്മൾ നോർമലി മാത്സ് പഠിക്കുന്ന ആ ഒരു പാറ്റേണേ അല്ല ഇവർ ഫോളോ ചെയ്യുന്നത്. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, ഇവരുടെ അടുത്ത് ബുക്കോ പേപ്പറോ പെൻസിലോ അങ്ങനത്തെ ഒരു സാധനങ്ങളില്ല. മെൻ്റൽ മാത്സ് ആട്ടോ ഇവർ പഠിപ്പിക്കുന്നത്. KG മുതൽ 9th ഗ്രേഡ് വരെയുള്ള കുട്ടികൾക്കാട്ടോ ബൻസു ഈ ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. കുറേ ട്രിക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് എങ്ങനെ പെട്ടെന്ന് മാത്സ് കാൽക്കുലേറ്റ് ചെയ്യാമെന്നാട്ടോ ഇവർ പഠിപ്പിക്കുന്നത്. നമ്മൾ നോർമലി മാത്സ് ഒക്കെ പഠിക്കുമ്പം റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കല്ലേ കാൽക്കുലേഷൻസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്ന് വെച്ചാൽ എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇവർ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാട്ടോ. അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് കുറച്ച് നേരം കൊണ്ട് തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 26. വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഹ്യൂമൻ കാൽക്കുലേറ്റർ ആയ മിസ്റ്റർ നീലകണ്ഠ ഭാനു ആട്ടോ ഇതിൻ്റെ ഫൗണ്ടർ. ആളുടെ തന്നെ ട്രിക്സും കാര്യങ്ങളൊക്കെ ആട്ടോ ഇവർ യൂസ് ചെയ്യുന്നത്. ഇവരുടെ ക്ലാസ്സസ് നമുക്ക് നാട്ടിൽ മാത്രമല്ല കേട്ടോ, UAEയിലും US-ലും UK-ലും അങ്ങനെ എവിടെ ഇരുന്ന് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. പിന്നെ എൻ്റെ ഒരു വീഡിയോ കണ്ട് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ 100 പേർക്ക് ഒരു ഫ്രീ ഡെമോ ക്ലാസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 20% ഡിസ്കൗണ്ടും കൂടെ കിട്ടുമേ. അപ്പോൾ ഇവരുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കിട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ എയർപോർട്ടിൽ എത്തിയിട്ടാ. ടെർമിനൽ 3 വന്നിറങ്ങിയിട്ടുണ്ട്.
ഇച്ചിരി നെഞ്ചിങ്ങനെ ഇടിച്ചോണ്ടിരിക്കാൻ തോന്നുന്നു കേട്ടാ. ടക് ടക് നെഞ്ചരിക്കല്ലേ എന്തോ ഒരു കരയുവോ? പോയിട്ട് വാ, പോയിട്ട് 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും വാ. ഇവ ആണോ പോണത്? ഇവയുടെ ഭാവം കണ്ടേനെ ഇവ അങ്ങോട്ട് പോണ പോലെയാ. ഉമ്മച്ചി അങ്ങനെ പോവാനായിട്ട് സെറ്റായിട്ട് ഇരിക്കാട്ടാ. ഓ ഇനി നാട്ടിൽ പോയിട്ട് വേണം പരിപാടിയില്ല. പോകണ്ടേ? ഉമ്മച്ചിക്ക് ഇപ്പൊ പോകണ്ടാന്ന് തോന്നുന്നു കേട്ടോ. പോകണ്ടാന്ന് തോന്നുന്നു. കുറച്ച് ദിവസം കൂടെ ചോറും കറി വെച്ച് നിൽക്കാൻ. ഇവടെ കരച്ചിലേണ്ട ആൾക്കാർ ഓർക്കും ഉമ്മച്ചി പോണേന് കരയുവാന്നേ. ഇവ പക്ഷെ കരയുന്നത് ഇവാക്ക് മറ്റേ വെൻഡിങ് മെഷീനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാനോ. ഇനി നീയാണ് ചെല്ലാൻ പോണേ. ഉമ്മച്ചി അങ്ങനെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഉമ്മച്ചിക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല. കുറച്ചിങ്ങനെ വിഷമമായി, കാരണം കുറേ ദിവസം ആയില്ലേ നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഫുൾ ടൈം ഉണ്ടല്ലോ. അപ്പം അതിൻ്റെ ഒരു സങ്കടം ഉണ്ടായിരുന്നു. കുറച്ചിങ്ങനെ കരയാൻ പോണ പോലെയൊക്കെ ആട്ടോ പോയത്. പക്ഷെ വലിയ ടെൻഷനൊന്നുമില്ല. മീൻസ് ഉമ്മച്ചി ഫസ്റ്റ് ടൈം അല്ല ഒറ്റയ്ക്ക്. ഇപ്പം ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാട്ടോ വന്നത്. അപ്പോൾ ഇപ്പോൾ ഒറ്റയ്ക്കാണ് പോണത്. അതിൻ്റെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് നല്ലോണം ഉണ്ട്. ഞങ്ങളിവിടെ എയർപോർട്ടിൽ തന്നെ വെയിറ്റ് ചെയ്യാണ്. ഒന്ന് വിളിച്ചിട്ട് എന്താണെന്ന് അറിഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ. പക്ഷെ ഉമ്മച്ചി കുഴപ്പമൊന്നും ഇല്ലാണ്ട് ഓടിപ്പോയിട്ടുണ്ട്. എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവിടെ ഗേറ്റിൽ അവിടെ പോയി വെയിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായി അവിടെ നിന്ന് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു സമാധാനം കിട്ടുമല്ലേ. ഉമ്മച്ചി ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ളിൽ കയറിയിട്ട് ഏതോ മെട്രോ ഒക്കെ കയറിയിട്ടാണ് ഗേറ്റിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നത്. എന്താവുന്നൊന്നും എനിക്കറിയില്ല. ഉമ്മച്ചിക്ക് കുഴപ്പമില്ല. ഉമ്മച്ചി ചോദിച്ചും പറഞ്ഞൊക്കെ പോകുന്നുണ്ട്. പക്ഷെ കയ്യിൽ സിമ്മൊന്നും ഇല്ല കേട്ടോ. എൻ്റെ സിമ്മാണ് ഉമ്മച്ചി യൂസ് ചെയ്തോണ്ട്. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്തു. പിന്നെ ഇവിടുത്തെ വൈഫൈ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങാനും കട്ടായി പോകുമോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ട്. അതെന്തെന്നുണ്ടെങ്കിലും ഫ്ലൈറ്റിൽ കയറുന്നവരെ വിളിച്ചുകൊണ്ടിരിക്കാമല്ലോ. പിന്നെ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ നാട്ടിലെ സിമ്മ് ആക്റ്റീവാണ്, കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ എന്തായാലും ഒന്ന് ഇനിയിപ്പോൾ അവിടെ എത്തിയിട്ടേ ഉള്ളൊരു സമാധാനം. ഇവായി കയറ്റി വിട്ട പോലെയൊക്കെ തന്നെ ആട്ടോ. കാരണം ഇവായ പിന്നെ അറ്റ്ലീസ്റ്റ് നോക്കാനായിട്ട് ആൾക്കാരെങ്കിലും ഉണ്ടായിരുന്നു. അവളെ ഫുള്ള് നമ്മളിവിടെ ഏൽപ്പിച്ചിട്ട് പോകണോണ്ട് തന്നെ അവർ ഫുള്ള് റെസ്പോൺസിബിളായിട്ട് നോക്കിക്കോളും. ഉമ്മച്ചി പിന്നെ കുഴപ്പമില്ല. ഉമ്മച്ചിക്ക് അറിയാം. ഉമ്മച്ചിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല. ഉമ്മച്ചി ആരോടൊക്കെയോ ചോദിച്ചും പറഞ്ഞൊക്കെ എങ്ങനെയൊക്കെയോ ഗേറ്റിലെത്തിയിട്ടുണ്ട് കേട്ടോ. ആദ്യം എത്തിയെന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗേറ്റ് 23 ആണ് ഉമ്മച്ചിയുടെ. ഉമ്മച്ചി 18-ലെത്തിയിട്ട് അവിടെ ഇരുന്ന് പിന്നെ അവിടെ സെക്യൂരിറ്റിയോട് ആരോടോ ചോദിച്ച് അങ്ങനെ അവരും കൊണ്ടാക്കി അവിടെ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇല്ല ഞാൻ എടുക്കും. ഇവാക്ക് വിഷമമുണ്ട് ഇവ ഉമ്മച്ചി പോയിട്ട്. ഇവ ഞങ്ങളുടെ വീണ്ടും മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല കേട്ടോ. ഉമ്മച്ചി ഉള്ളപ്പോൾ ഞാനിങ്ങനെ എല്ലാ ദിവസവും എവിടെയെങ്കിലും പോവാമെന്നും പറഞ്ഞ് വീക്കെൻഡ്സിൽ കേട്ടോ. അല്ലാത്ത ദിവസമൊന്നും പോകാൻ നമുക്ക് നേരം കിട്ടാറില്ല. പക്ഷെ വീക്കെൻഡ്സിൽ എവിടെയെങ്കിലുമൊക്കെ ഓടായിരുന്നേ. എവിടെ പോയി 4 ഡാൻസ് കളിയുള്ളൂ കേട്ടോ. വാങ്ങിട്. ഞങ്ങൾ പണ്ട് സ്ഥിരം ഇത് തന്നെയായിരുന്നു കേട്ടോ പരിപാടി. ഇവ ചെറുതായിരുന്നു. അപ്പോൾ പണ്ടത്തെ വീഡിയോസ് കണ്ടുള്ളവർക്ക് അറിയാം. നമ്മൾ ഇവാനെ താങ്ങി പിടിച്ച് അഫീനെ പൊക്കിയെടുത്ത് മെട്രോ മൊത്തം കറങ്ങും കേട്ടോ. ഉമ്മച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞ് പിന്നെ കുറേ നേരത്തേക്ക് ആകെ ഒരു ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സന്തോഷമായിരുന്നു. 2 മാസം പോയത് അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ എന്തായാലും വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. സോ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.